സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്കിന്ന് ആമസോൺ എന്നുള്ള കറപറാന്നുള്ള കുറച്ച് റാൻഡം ആയിട്ടുള്ള 10 സാധനങ്ങൾ കാണാം കേട്ടോ. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ആയിട്ടുള്ള ഈ 10 തന്നെ സബുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു 10-20 സംഗതികളുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹെയർ ആക്സസറിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ഉണ്ട് കേട്ടോ. എന്താ കണ്ടോ, ഈ വൈറ്റ് ബീഡ്സ് ഇങ്ങനെ കണ്ടാവില്ലേ? ഞാൻ അതിലൂടെ സൈഡിൽ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുത്താനായിട്ട് നല്ലതാണ്. നമ്മള് ഇപ്പോൾ അടുത്ത കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലേ, അപ്പൊ എനിക്കും ഇമ്മക്കുട്ടിക്കും ഒരേപോലെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വൈറ്റും ഉണ്ട്. അങ്ങനെ നമുക്കൊരു സെറ്റ് മേടിക്കാം കേട്ടോ. ഒരു 12 എണ്ണത്തിന്റെ സെറ്റ് ഉണ്ട്. അത് കൂടാണ്ട് ഇതിങ്ങനെ കളർഫുൾ ആയിട്ടുള്ളതുണ്ട്. ഇതും നല്ല രസമാണ് കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല രസമാണ്. നമുക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് നമുക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കാം. പ്രായം ഒരു തടസ്സമല്ല ഒന്നിനും. അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം. ഇങ്ങനെ വെക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് വെക്കാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഒരു സെറ്റിന് 200 രൂപ, 300 രൂപ, 400 രൂപ അങ്ങനെ ഒരു റേറ്റിനാണ് ഉള്ളത്. ഞാൻ എന്തായാലും ലിങ്ക് ഇടാം കേട്ടോ, കറക്റ്റ്. അപ്പൊ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമുക്ക് പ്ലെയിൻ വൈറ്റ് ബീഡ്സിന്റെ മതിയെങ്കിൽ അങ്ങനെ ആവാം. അതെല്ലാം കളർഫുൾ ആയിട്ടുള്ളത് വേണമെങ്കിൽ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. അത് മിക്സ് ആയിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ് കേട്ടോ. അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. പല ടൈപ്പ് ഹെയർ സ്റ്റൈൽസിൽ നമുക്കിത് ഇൻകോപ്പറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത്, കുറച്ച് പേർക്കെങ്കിലും ആപ്പിളിന്റെ വാച്ച് ഉണ്ടാവും അല്ലേ? അതല്ലെങ്കിൽ തന്നെ സ്മാർട്ട് വാച്ചസ് യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. മറ്റേ വാച്ചിന്റെ കാര്യം എനിക്ക് അത്ര അറിയില്ല. പക്ഷെ ആപ്പിളിന്റെ വാച്ച് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ട്രാപ്സ് മേടിക്കാൻ കിട്ടും കേട്ടോ. അതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ ന്യൂഡ് സ്ട്രാപ്പ് വാച്ച്, ന്യൂഡ് സ്ട്രാപ്സ് ആണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട്. അപ്പൊ നമുക്കൊരു സ്മാർട്ട് വാച്ച് പോലെ അങ്ങനത്തെ ഒരു ലുക്ക്, അങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ ഉണ്ടാവുക അതിന്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാ. അപ്പൊ നമുക്കിത് കാഷ്വൽ യൂസിനും ഇങ്ങനത്തെ വെസ്റ്റേൺ വെയറിൻ്റെ ഒക്കെ ഒപ്പം ഇത് ഭയങ്കര അടിപൊളിയാണ്. എന്നാൽ ഇതേ സമയം നമുക്കിനിയിപ്പോൾ സാരിയുടെ ഒപ്പമൊക്കെ ആണെങ്കിൽ ഇതത്ര ചേരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ഇതിനെങ്ങനെ മാറ്റാവുന്നതാണ്. മാറ്റിയിട്ട് ഇങ്ങനത്തെ ചെയിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് പല വെറൈറ്റീസ് ഓഫ് സംഗതികൾ അവൈലബിൾ ആണ്. ഗോൾഡൻ ഉണ്ട്, സിൽവർ ഉണ്ട്, ഒരു ഷാംപെയിൻ ഷെയ്ഡിലുള്ളതുണ്ട്. അപ്പൊ ഇതങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഞാൻ തെറ്റിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഊരാനും ഇടാനൊക്കെ പറ്റും കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പൊ ഈ സിൽവർ കളറിലുള്ളതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇങ്ങനത്തെ ആകുമ്പോൾ ഭയങ്കര ചെറിയ കൈയാണെങ്കിലും എനിക്ക് ഭയങ്കര പ്രശ്നം അതാണ്. ഭയങ്കര ചെറുതായതുകൊണ്ട് ഈ ഓട്ടയൊക്കെ കുത്തുകയാണെങ്കിൽ അറ്റം വരെ കുത്തേണ്ടി വരും. ഇത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ച് നമുക്കിത് ഇവിടെ വരെ ഇടാം. അപ്പൊ കണ്ടോ, കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് സാരീസിന്റെ ഒക്കെ ഒപ്പമാണെങ്കിൽ അങ്ങനെ ആവാം. ഇതിന്റെ തന്നെ ഗോൾഡൻ അവൈലബിൾ ആണ്. അങ്ങനെ പല വാച്ച് സ്ട്രാപ്സ് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ. ആപ്പിളിന്റെ ആണെങ്കിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി മേടിക്കാവുന്നതാണ്. ഒരുപാട് സ്മാർട്ട് വാച്ചസിന് ഉണ്ട് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ആപ്പിളിനെ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ച കാരണം നമുക്ക് ഫോണായിട്ടും ഒക്കെ എല്ലാ ആപ്പിളല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്യാമറ അവിടെ വെച്ചിട്ട് ഫോണിൽ എന്താ നടക്കണേന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പൊ ആ രീതിക്ക് നല്ലതാ. അപ്പൊ നമ്മൾ ബാക്ക് ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നില്ലല്ലോ, സ്ക്രീൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഫോണിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ആ രീതിക്ക് എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ ഗിഫ്റ്റ് ചെയ്തതാ. പിന്നെ ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എസ്പെഷ്യലി ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇത് ഭയങ്കര മോട്ടിവേഷനാണ്. നമ്മൾ കുറെ ഓടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂത്തിരി കത്തുന്ന പോലെ ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്യും, കുറച്ച് ലേസി ആയിരുന്നു, ഇന്ന് നടന്നില്ല. അതുപോലെ തന്നെ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് നടക്കൂ, കുറെ നേരമായി ഇരിക്കണു എന്നൊക്കെ ഉള്ളത് പറയും. ഭയങ്കര നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിനെ പോലെ നമ്മളെ അഡ്വൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടും അതുപോലെ ഒക്കേഷൻ അനുസരിച്ചും ഒക്കെ പറ്റുന്ന സ്ട്രാപ്സ് അവൈലബിൾ ആണ് കേട്ടോ. നല്ലതാ. 45,000 രൂപയുടെ ഉണ്ട് ഈ വാച്ചിന്. അപ്പൊ പിന്നെ അതിന്റെ ഒരു സ്നേഹം കാണിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കും ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മളിവിടെ എണീറ്റ് നടക്കാൻ പറയണത്. അപ്പൊ നമുക്ക് അടുത്തത്, ഇത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചതായിരുന്നു കേട്ടോ. അയ്യടാ, ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇത് കണ്ടോ, നല്ല കൂളല്ലേ? ഇങ്ങനത്തെ ഈ പൗച്ചിലൊക്കെയാണ് വരണേ. ഇത് തുടയ്ക്കാനുള്ള തുണിയൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നമുക്കിത് ഇതിനിങ്ങനെ തുറക്കുക, പിന്നെ ഇങ്ങനെ തുറക്കുക. പൂരപ്പറമ്പിൽ നിന്ന് കിട്ടും നമുക്ക്. ഇപ്പൊ കുറുക്കഞ്ചേരി പോയാൽ വരല്ലേ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അവിടെയൊക്കെ ചിലപ്പോൾ കാണാൻ കിട്ടുമായിരിക്കും ഇങ്ങനത്തെ.
ഇത് വെച്ചപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ എന്നോട് മാസ്കും കൂടി ഇടാൻ. അപ്പൊ പിന്നെ ഫുൾ അങ്ങ് മുഖം കവറാം, മൊത്തത്തിൽ അങ്ങ് വൃത്തിയോട് മാറി കിട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും എന്റെ മുഖത്തിനത് അത്രയും വലുതാണ് കേട്ടോ. അത് കണ്ട് ഇത്രയും വലുതാണത്. അതൊരു പ്രശ്നമുണ്ട്. ചെറിയ മുഖമുള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ച് ഓവറാ, അതല്ലെങ്കിൽ നല്ലതാണ്. പക്ഷെ എനിക്ക് വലിയ വലിയ കണ്ണടകൾ ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഈ പറഞ്ഞ പോലെ കുറെ ഭാഗം കവർ ചെയ്ത കാരണം അത്രയും നമ്മുടെ വെയിൽ തട്ടുന്നില്ലല്ലോ. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്താണെങ്കിലും ടൂ വീലറൊക്കെ ആണെങ്കിലും ഈവൻ കാറാണെങ്കിലും നമുക്കത് നല്ല പ്രൊട്ടക്ഷനാണ്. പക്ഷേ ഇത് ഞാൻ റെഗുലർ യൂസ് ഇല്ല കേട്ടോ. എനിക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സൺഗ്ലാസസിന് പവർ ഉണ്ട്. അത് ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പവർ ഉള്ളതും പറ്റും കേട്ടോ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ലെൻസ് കാർട്ടിൽ ഓർഡർ കൊടുത്തിട്ട് അത് വന്ന് നടക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. അപ്പോൾ അത് പോയി മേടിക്കണം. പവറുള്ള സൺഗ്ലാസസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത് വെറുതെ ഒരു ഫാൻസി ഷോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കാണാനും ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. ഇത് നമ്മൾ ഇതിന്റെ പ്ലെയിൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി ഷോർട്സ് ആയിട്ടും അതേപോലെ തന്നെ നമ്മൾ റീലായിട്ട് ഇത് ഇട്ടിട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു കുറെ പേർക്ക്. എങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഷർട്ട് ഇട്ടാ പോരെ, അതിന് ഇത്ര സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാനത് മേടിക്കണം എന്നല്ല കേട്ടോ പറയാം. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരുന്നു എന്നുള്ളത്. ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മാത്രം മതി. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എൻ്റെ ജോലിയുടെ ഇതിങ്ങനെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇടാനും ഭയങ്കര നല്ല രസമായിട്ടുള്ള ലേസ് ഫാബ്രിക് ആണ് അതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വെറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഇടാനായിട്ട് ഭയങ്കര നല്ലതാണ്. നമ്മൾ ബാംഗ്ലൂരാണ്, ഈവൻ ഇപ്പോൾ ഗോവയിലാണെങ്കിൽ പോലും നല്ലൊരു ചിൽ ക്ലൈമറ്റ്. എനിക്ക് സങ്കടം തോന്നിയിട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ എന്താണിപ്പോൾ ഒരു തണുപ്പുമില്ല, ഭയങ്കര വരണ്ട കാലാവസ്ഥ, ചൂടുണ്ട് നന്നായിട്ട്. എനിക്ക് ഗോവയിൽ പോയപ്പോൾ പോലും രാവിലെയും രാത്രിയെങ്കിലും നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ അതുപോലും ഇല്ലാത്ത അവസ്ഥയാണ്. നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ. ബാംഗ്ലൂരൊക്കെ പിന്നെ നല്ല ചിൽ ക്ലൈമറ്റ് അല്ലേ. അപ്പൊ നമുക്കെന്നാ ഭയങ്കര കട്ടിയുള്ള തുണികളുടെ ആവശ്യം വരില്ല. ഇതാണ് അപ്പോൾ ഒരു ഷർട്ട് ഇട്ടാൽ അതിൻ്റെ മീത് സ്വെറ്ററിൻ്റെ ആവശ്യം വരില്ല. ഒരു സ്വെറ്റർ ഇട്ടാൽ തന്നെ മതിയാവും, സ്വെറ്റ് ഷർട്ട് ഇട്ടാൽ തന്നെ മതിയാവും. സ്വെറ്റ് ഷർട്ടിന് താഴെയായിട്ട് ഇതിട്ട് നല്ലൊരു കൂൾ വൈബാണ്, നല്ല കൂൾ ലുക്കാണ്. എന്നാൽ നമുക്ക് ചൂടെടുക്കൂല കേട്ടോ. ആ രീതിക്ക് ഭയങ്കര നല്ലതാണ്. ഇതിന് കുറച്ച് വിലയുണ്ട് കേട്ടോ, 800 രൂപയ്ക്ക് ഉണ്ട്. പക്ഷെ ഇതെന്താ വെച്ചാൽ നമുക്ക് കുറെ തവണ റീയൂസ് ചെയ്യാം, കഴുകേണ്ട ആവശ്യം വരുന്നില്ല അധികം. കാരണം എന്താ വെച്ചാൽ ഇത് കഴുത്തായിട്ട് മാത്രമല്ലേ ടച്ച് ചെയ്യുന്നുള്ളൂ, അങ്ങനെ വേർക്കയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്കൊരു 10 തവണയെങ്കിലും റീയൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് സോപ്പ് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതിയാവും. ഇതിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ഉണ്ട്, കോട്ടൺ ഫാബ്രിക്കിൻ്റെ വരുന്നുണ്ട്. അതിന് കുറച്ചുകൂടി വില കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റൈൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതാണ്. അടുത്തത് നമ്മുടെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് മേക്കപ്പ് ബ്രഷ് ക്ലീനർ ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിലൊരു സ്പഞ്ച് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഒരുപാട് ബ്രഷസ് ഒന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ ഞാൻ 2 കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കളേഴ്സിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈറ്റ് കളറിലാവുമ്പോൾ നമ്മൾ മുന്നേ ഡിപ്പ് ചെയ്ത കളറായിട്ട് മിക്സ് ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴുകാനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് ഇതിലൊന്നിങ്ങനെ കറബറാന്നാക്കിയാൽ മതി. അപ്പോൾ കുറേയൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത കളർ എടുത്തിട്ട് ടിക് 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 ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ആ രീതിക്ക് ഇത് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ക്ലീൻ ആക്കി കിട്ടുമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കളറൊന്ന് മാറി കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ വില 120 അങ്ങനെ എന്തോ ആണ്. ഇതെങ്ങനെ ഒരു പാത്രത്തിലൊരു സ്പഞ്ച് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ആയിക്കഴിഞ്ഞാൽ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു മസ്റ്റ് ഹാവ് ഒന്നുമില്ല കേട്ടോ. ഇതൊന്നും തന്നെ ഒരു മസ്റ്റ് ഹാവ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ചിലരുടെ ഇഷ്ടം കൊണ്ടും ചിലരുടെ പ്രൊഫഷൻ്റെ ഇതുകൊണ്ടും ഒക്കെ നമുക്കൊരു ആവശ്യമായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വേണ്ടുള്ളൂ ഇത്. എസ്പെഷ്യലി ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്, നമുക്ക് ഒരുപാട് മേക്കപ്പ് ബ്രഷസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ബ്രാ സ്ട്രാപ്പ് ആണ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇപ്പൊ ഞാൻ 2-3 കൂടി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഓഫ് ഷോൾഡർ ഡ്രസ്സ് അല്ലെങ്കിൽ ട്യൂബ് ടോപ്സ് അങ്ങനത്തെ ഒക്കെ ഇടില്ലേ, അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ കുറേ പേർക്ക് ഇങ്ങനെ സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ബ്രാ അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ബ്രാ അതൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ബ്രായുടെ സ്ട്രാപ്പായിട്ടല്ല, ഇത് നല്ല ഭംഗിയുള്ള ഒരു റെയിൻ സ്റ്റോൺ അങ്ങനത്തെ ഇതിലാണ് വരിക. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, എന്നാൽ നല്ല സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 ടൈപ്സ് ഉണ്ട്. പക്ഷെ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മളിങ്ങനെ വളയ്ക്കും തിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ റെയിൻ സ്റ്റോണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതെൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കുട്ടി ഉപയോഗിച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത്.
പിന്നെ ഇതിപ്പോൾ വൈറ്റ് റെയിൻ സ്റ്റോൺ അല്ലേ, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടോ ഇങ്ങനെ, ഇതും നല്ലതാണ്. പിന്നെ അതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഉണ്ട്, അതായത് ഒരു ഭാഗത്ത് വൈറ്റ് ഒരു ഭാഗത്ത് ബട്ടർഫ്ലൈ. ഇത് നമ്മൾ യൂട്യൂബ് മീറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം തിന്നായിട്ടുള്ള, ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കണ്ടോ. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാപ്പാണ്, ഭയങ്കര തിന്നാണ് കേട്ടോ. ഇത് പൊട്ടിപ്പോകുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് പിന്നെയും കുഴപ്പമുണ്ടാവില്ല കേട്ടോ അങ്ങനെ, കാരണം എനിക്ക് സ്മോൾ ബസ്റ്റാണ്. ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് നിൽക്കണതാണ്, അപ്പോൾ നമുക്ക് നല്ലതായിരിക്കും. ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ബ്രാ ഇടുമ്പോൾ കുറേ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. എനിക്ക് ഈവൻ ദോ സ്മോൾ ബസ്റ്റ് ആണെങ്കിൽ പോലും എനിക്കാണെങ്കിൽ കഴിവതും സ്ട്രാപ്പുള്ള ബ്രാസ് ഇടുന്നതിനാണ് കൂടുതൽ ഇഷ്ടം. അത് നമുക്കൊരു കോൺഫിഡൻസ് തരുമല്ലോ, അല്ലാത്തത് ഇടുമ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവാണ്. ഇത് തകർന്ന് താഴെ എങ്ങാനും പോവോ. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, സ്റ്റിക്ക് ഓൺ ബ്രാ. അത് 2 ഫ്രണ്ട്സ് കൂടി ഫോട്ടോ എടുക്കായിരുന്നു, വീഡിയോ ഇട്ട് എടുക്കായിരുന്നു. അവരിങ്ങനെ ചാടണേൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ സ്റ്റിക്ക് ഓൺ ബ്രാ താഴേക്ക് വീണ് പോട്ടോ. എന്നിട്ട് ഇവർ രണ്ടിനും കൂടി ഭയങ്കര ചിരി, പുറത്തെയാണ്. അപ്പൊ അത് അവരുടെ ഒരു വൈബും അതേപോലെ തന്നെ അവരുടെ ഒരു രീതി, അവർ എല്ലാം ഫണ്ണായിട്ടല്ലേ എടുക്കുക. പക്ഷെ ഞാനൊക്കെ നമ്മുടെ നാട്ടിലെങ്ങാനും ആവണം, അങ്ങനെ എങ്ങാനും വീണ് പോണതിന്റെ പൊന്നെ നാണക്കേടുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ വിചാരിക്കുക. പക്ഷെ എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്കും ഭയങ്കര ചിരി വന്നത് കണ്ടിട്ടും ഞാൻ കുറെ പേർക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ പേരുണ്ട് അവിടെ. അപ്പൊ അവിടെയുള്ള എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക, അവരും ചിരിക്കുക. അതൊരു ഫണ്ണായിട്ടാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറയായിരുന്നു, അപ്പൊ സ്റ്റിക്ക് ഓൺ ബ്രാ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപാട് വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ തവണ ഉപയോഗിച്ചിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റിക്കിനെസ് അങ്ങ് പോവും. അപ്പൊ നമ്മളിങ്ങനെ ചാടിയോടി നടക്കുമ്പോൾ എങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അബദ്ധമാവില്ല. അപ്പൊ അങ്ങനത്തെ രീതിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു സേഫർ ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. വിലയുണ്ട് ഇതിന്. ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള രീതി അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിത് പണ്ട് കഴിഞ്ഞ വർഷം മുതലേ ഇങ്ങനെ നോക്കണതാ. കാരണം എന്താ വെച്ചാൽ ഞാൻ എബ്രോഡിലൊരു ഒരു സ്ത്രീ ഇങ്ങനെ ഉപയോഗിക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവർ ഇങ്ങനെ അവർ യൂസ് ചെയ്യണ കണ്ടപ്പോൾ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ കുറെ നോക്കി. പക്ഷെ ഇതെന്താ വെച്ചാൽ അങ്ങനെ വെൽഡ് ചെയ്ത് വരില്ലേ, അങ്ങനത്തെ ടൈപ്പ്. അപ്പൊ നമുക്കത് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസം. അതല്ലെങ്കിൽ നമ്മൾ തുന്നൊക്കെ വേണം. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ അത് കുത്താനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല കേട്ടോ. മേടിക്കേണ്ട നിവൃത്തിയുള്ള കുറച്ച് വിലയുണ്ട് താനും. അടുത്തത്, ഇത് ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഷോർട്സിൽ മാത്രമാണോ കാണിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒന്നും കൂടി കാണിക്കാം കേട്ടോ. ഇത് സാധാരണ ഷോർട്സ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് കാണാം, ഫ്രണ്ടിൽ ഒരു എക്സ്ട്രാ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കേർട്സ് ഒക്കെ ഇടുന്നേ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടണേന്ന് വെച്ചാൽ ഇങ്ങനെ കാറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ഈ ക്രോച്ച് ഏരിയയുടെ ഉള്ളിലേക്ക് അങ്ങനെ തിരികെ പോകും. അപ്പൊ അങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് അങ്ങനത്തെ ഷോർട്സ് ഇടാവുന്നതാണ്. അപ്പൊ നമുക്കിങ്ങനെ സംശയം തോന്നുന്നുണ്ടാവും, എത്ര എണ്ണം വേണം അങ്ങനെ സംശയം തോന്നുന്നുണ്ടാവും. അതിപ്പോ ഒരുപാടെണ്ണൊന്നും മേടിക്കണ്ട, ഇങ്ങനത്തെ ആണെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം മതി. സാധാരണ ഷോർട്സ് ആണെങ്കിൽ ഒരു 3-4 എണ്ണം മേടിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. സാധാരണ സൈക്ലിംഗ് ഷോർട്സ് ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി ബ്ലാക്ക് ആൻഡ് ന്യൂഡ്സ് ഭയങ്കര അത്യാവശ്യമാണ്. നമുക്ക് ഡ്രസ്സസ് ഇടുമ്പോഴും അതുപോലെ സ്കേർട്സ് ഇടുമ്പോഴൊക്കെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഡ്രസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്കേർട്സ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സ്കേർട്സ്, അതേപോലെ ഡ്രസ്സസ്, ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ടാവില്ലേ, നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോണ തരത്തിലുള്ള പോളിയസ്റ്റർ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ്, അങ്ങനത്തെ സിൽക്ക്, അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ ഇതിട്ടാൽ കുറെ കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു എക്സ്ട്രാ ഫാബ്രിക് വരണ കാരണം കുറെ കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ഫിനിഷ് ആയിരിക്കും കേട്ടോ അതിന് തരണ്ടാവുക. ഇത് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക് നല്ലതാണ്. അടുത്തത് ഇങ്ങനത്തെ ഇലാസ്റ്റിക് ബെൽറ്റുകളാണ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ അരഭാഗത്തൊക്കെ 1-2 ഞാൻ കാണിച്ചിട്ടില്ലേ, അരഭാഗത്ത് ഇങ്ങനെ ലൂസ് ആണെങ്കിൽ നമുക്കിത് എങ്ങനെ ഇടാവുന്നതാണ്. സ്കേർട്ട്സും ടോപ്സിൻ്റെ ഒപ്പം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കും. കുറേ പേർക്ക് വേസ്റ്റ് ഭയങ്കര ചെറുതാണ്. എനിക്ക് ഭയങ്കര ചെറുതായിട്ടുണ്ട് വേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ സൈസ്, എക്സ്ട്രാ സ്മോൾ സൈസിൻ്റെ സ്കേർട്ട്സ് ഒക്കെ എനിക്ക് ലൂസാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ബെൽറ്റ്സ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം സാരി ഒക്കെ ഉടുക്കുമ്പോഴാണെങ്കിൽ ഇത് നല്ലതാണ്. നമ്മൾ പലതവണ കാണിച്ചിട്ടുള്ളത് അങ്ങനത്തെ തിന്നായിട്ടുള്ളതുണ്ടല്ലോ, ഇതും നമ്മൾ സാരി ഉടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. അത് മാത്രമല്ല ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ സിഞ്ച് ചെയ്ത് നിൽക്കാനായിട്ട് ഭയങ്കര നല്ലതാണ്. ഡ്രസ്സസിൻ്റെ ഒപ്പമൊക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് ബെൽറ്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഒക്കെ വില കുറവാട്ടെ. ഇത് നല്ലതായിരിക്കും ഇങ്ങനത്തെ മേടിക്കുന്നത്. ഒരു
200 രൂപ മുതൽക്കൊക്കെ നമുക്ക് കിട്ടണതാണ്. അത്യാവശ്യം നിൽക്കുകയും ചെയ്യും. ഇലാസ്റ്റിക് വലിഞ്ഞ് ഇങ്ങനെ ചീത്തയാവണ വരെ നിൽക്കും. അത് കുറേ നാൾ നിൽക്കണതാണ് കേട്ടോ. അതേ കണ്ടോ, ഇതൊക്കെ സാരീസിൻ്റെ ഒപ്പമാണെങ്കിലും നന്നായിട്ട് ചേരുന്നതാണ്. അപ്പം ഇങ്ങനത്തെ 4 ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നമുക്ക് ഓരോ ഡ്രസ്സസിനനുസരിച്ച് മാറ്റിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഡ്രസ്സസ് ഒരുപാട് മേടിക്കണേക്കാട്ടിലും നല്ലത് ഡ്രസ്സ് എപ്പോഴും എന്നുവെച്ചാൽ ഔട്ട്ഫിറ്റ്സ് ബേസിക്കലി കുറച്ചിങ്ങനെ ബേസിക് ആയിട്ടുള്ള ബ്ലാക്ക് ഡ്രസ്, ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ്, നല്ല ജീൻസ്, ബേസിക് ആയിട്ടുള്ള ഷർട്ട്, വൈറ്റ് ന്യൂഡ് ഷർട്ട്സ്, ഡ്രസ്സാണെങ്കിലും ഒരു ബ്ലാക്ക് ലിറ്റിൽ ഡ്രസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബേസിക്സ് ഉണ്ടാവുമല്ലോ. കുർത്ത ആണെങ്കിലും കുറച്ച് ബേസിക് കളേഴ്സിലുള്ള കുർത്ത, സാരി ആണെങ്കിലും അങ്ങനെ, പിന്നെ മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ബ്ലൗസസ്, ലെഗിങ്സ്, പാൻസ്, അങ്ങനത്തെയൊക്കെ മേടിക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ ആക്സസറീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. എസ്പെഷ്യലി അണ്ടർ ഗാർമെന്റ്സ് ആണെങ്കിലും അത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ഷോർട്ട്സ്, ബ്രാ, അങ്ങനത്തെ ഒക്കെ ടൈപ്പിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സസ് ഈവൻ മോർ വെറൈറ്റിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടാവും. അത് മാത്രമല്ല രാവിലെ എണിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യം വരില്ല. അടുത്തത് ഇതുണ്ടല്ലോ, ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് ഞാൻ വെൽവെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് ഒരെണ്ണം തുന്നിയിട്ടുണ്ട്. നമ്മൾ ദീപിക പടുക്കോൺ ഇൻസ്പയർഡ് ലുക്കിന് വേണ്ടിയിട്ട് അതിന് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ലേസിൻ്റെയും കൂടെ ഒരെണ്ണം വേണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. ലേസിട്ട് ഇതേപോലെ തുന്നിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ, എസ്പെഷ്യലി നമ്മുടെ കറക്റ്റ് സൈസിന്. ഇത് ഞാൻ ഒരു നല്ല രസമുള്ളൊരു ഇംഗ്ലീഷ് മോഡൽ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ട്. അപ്പം അത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. എൻ്റെ കൈക്ക് കറക്റ്റ് അത്. ഈ ഭാഗം കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഈ സൈഡൊന്ന് കുറച്ച് അടിച്ചാൽ മതിയാവും. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഞാൻ വെൽവെറ്റ് വെച്ചിട്ട് തുന്നി എന്ന് പറഞ്ഞില്ലേ, അത് കറക്റ്റായിട്ട് എനിക്ക് തുന്നാൻ പറ്റി കേട്ടോ. പക്ഷെ അത്ര പെർഫെക്ഷൻ വന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ലേസ് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ തുന്നാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റൈൽ ചെയ്യാം. നല്ല രസമില്ലേ? ഇപ്പോൾ കുറേ പേര് ഇങ്ങനത്തെ ഗ്ലൗസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യണ കാണണം. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായി അങ്ങനെ ചെയ്യാനായിട്ട്. നോക്കാം നമുക്ക് ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ റിസപ്ഷൻ ഫങ്ഷൻസ് അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ലുക്സ് ഒക്കെ ട്രൈ ചെയ്യാം. ഇങ്ങനത്തെ വെച്ചാൽ ഇങ്ങനത്തെ ഗ്ലൗസിൻ്റെ ടൈപ്പൊക്കെ ലുക്സ് ഉണ്ടാവില്ല, ഗൗൺസും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാവുന്നതായിട്ട്. ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ആമസോണിൽ തന്നെയാട്ടോ, ഞാൻ പറഞ്ഞില്ലേ, റാൻഡം ഫൈൻഡ്സ് ഫ്രം ആമസോൺ. ഇത് കുറേ പേർക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടം. അതാ ഞാനിപ്പോൾ അങ്ങനെ ഒരെണ്ണം ചെയ്തിട്ട് കുറേ നാളായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പെറുക്കി എടുക്കുക ചെയ്ത സ്റ്റുഡിയോന്ന്. ഇനി 10ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയണത് ഇതങ്ങനത്തെ സ്റ്റോക്കിങ്സ് ആണ്. ഫ്ലീ സ്റ്റോക്കിങ്സ് ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ ഉള്ളിൽ ഇതേ കണ്ടോ, ഇതെങ്ങനെയാണ് ഉണ്ടാവുക. തണുപ്പുള്ള സ്ഥലത്താണ് കൂടുതലും നമ്മളിടുക. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വലിഞ്ഞിട്ട് നമ്മളൊരു ബ്ലാക്ക് സ്റ്റോക്കിങ്സ് ഇട്ടൊരു ലുക്ക് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്കിൻ കളറിലെ സ്റ്റോക്കിങ്സ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഫ്ലീ അങ്ങനെയല്ല അതിന് പറയാം, അങ്ങനത്തെ ഇതിട്ടതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് വേണം നമ്മൾ ഈ നോർമൽ സ്റ്റോക്കിങ്സില്ലേ ഇതിടാനായിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ലുക്കിലൊക്കെ ഇത് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് ഇത് ഇങ്ങനത്തെ മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ വർഷം മുന്നേ തന്നെ ഞാൻ മേടിച്ചു വെച്ചു. ഇത് മീഷോയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഇടാം. പക്ഷെ ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണതാണ്. ഇത് ഒറ്റ സൈസിലാണ് വരിക, നമുക്ക് എല്ലാവർക്കും പാകാവും. കാരണം ഇത് വലിയണതാണ് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ വലിയണതാണ്. നല്ല സുഖം അതിടാൻ. പക്ഷെ ഈസിക്കകത്ത് തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തായിരിക്കണം. നമ്മുടെ നാട്ടിലൊന്നും ഇതിട്ടിട്ട് നടക്കാനുള്ളൊരു കാലാവസ്ഥയൊന്നും അല്ല നമുക്ക്. ജസ്റ്റ് ലുക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടാന്നുള്ളതല്ലാണ്ട് അത് മാത്രമല്ല എപ്പോഴെങ്കിലും നമുക്ക് തണുത്ത സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ സ്റ്റൈൽ ചെയ്യാമല്ലോ, ആ രീതിക്ക് നല്ലതാണ്. പിന്നെ ഇമ്മക്കുട്ടിക്കും ഇതാ കണ്ടോ ഇതേപോലത്തെ ഉണ്ട്. ഇങ്ങനെ കുഞ്ഞു ഉടുപ്പൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണ സമയമൊക്കെ ആണെങ്കിൽ ഞാൻ അത് ഇട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ഫുൾ കവേർഡ് ആയിട്ടുണ്ടാവും, ചൂടെടുക്കില്ല. അപ്പോൾ അവർക്കാണെങ്കിലും ഓടി നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇങ്ങനത്തെ സ്റ്റോക്കിങ്സ് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഇതും ആമസോണിൽ തന്നെയാണ്. അത് ആമസോണിൽ ഇത് കട്ടിയുള്ളത് ഇതേപോലത്തെ ബ്ലാക്ക് ഉണ്ട് ഇമ്മക്കുട്ടിക്ക്. ഇത്ര കട്ടിയില്ല, പക്ഷെ കട്ടിയുള്ള ബ്ലാക്ക് ഉണ്ട്. അതും ഇട്ടിരുന്നു തവണ ഗോവയ്ക്ക് പോയപ്പോൾ. ഇതാണ് പക്ഷെ കൂടുതൽ യൂസ് ചെയ്തത്. ഇതെന്താ വെച്ചാൽ ഒരുപാട് റഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നൂല് പൊന്തണ പോലെ ഉണ്ടാവും. ഇപ്പം തന്നെ ഇമ്മക്കുട്ടിയുടെ നൂല് പൊന്തി. പക്ഷെ എൻ്റെ ഞാൻ കുറേ ആയിട്ടോ യൂസ് ചെയ്യണു.
കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആമസോൺ റാൻഡം ഫൈൻഡ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം എല്ലാവർക്കും ആവശ്യമില്ല എന്തായാലും, പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 ഐറ്റംസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമെന്നാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ. അപ്പൊ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതെ കൂടുതൽ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.